ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നാം നോക്കുകയാണെങ്കിൽ എല്ലാവരും ധൈര്യത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കൂടുതലും ആൾക്കാർ ഇന്ന് ധൈര്യം കാണിക്കുന്നത് ദുഷ്പ്രവർത്തികളെ ചെയ്യുവാൻ, പാപപ്രവർത്തികളെ ചെയ്യുവാൻ. ആമേൻ, സ്തോത്രം സ്തോത്രം. ആമേൻ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ധൈര്യം കാണിക്കുന്ന ഒരു അന്ത്യകാലത്താണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ദൈവമക്കളായ നാം ഓരോരുത്തരും എവിടെയാ ധൈര്യം കാണിക്കേണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരണം. ഹല്ലേലൂയ. മഹാപ്രതിഫലമുള്ള ധൈര്യം നാം തള്ളിക്കളയരുത്. വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കുന്നവരായി തീരണം. സ്തോത്രം. എന്നാൽ എന്തുകൊണ്ടാണ് ലോകമനുഷ്യർ ഓരോ നാളും പാപപ്രവൃത്തികളെയും ദുഷ്പ്രവൃത്തികളെയും ചെയ്യാൻ ഇത്ര ധൈര്യം കാണിക്കുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. അവർ ചെയ്യുന്ന പാപപ്രവൃത്തികളുടെ ശിക്ഷാവിധി തൽക്ഷണം ലഭിക്കുന്നില്ല. ശിക്ഷാവിധി താമസിക്കുന്നത് കൊണ്ട് അവർ അധികം ധൈര്യത്തോടെ വീണ്ടും കാര്യങ്ങളെ ചെയ്യുന്നു. എന്നാൽ ദൈവഭയത്തോടും ദൈവഭക്തിയോടും ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന തൻ്റെ മക്കളെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുകയും മാനിക്കുകയും തന്നെ ചെയ്യും. സ്തോത്രം. നമുക്കൊരു വേദഭാഗം വായിക്കാം. സഭാപ്രസംഗി 8-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വചനങ്ങൾ. അവിടെ നാം ദുഷ്പ്രവർത്തിക്കാരെക്കുറിച്ചും യഹോവ ഭക്തിയുള്ളവരെക്കുറിച്ച് നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നു. 11-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. അപ്പോൾ ദുഷ്പ്രവർത്തിക്കാർ എന്ന് പറയുമ്പോൾ അവർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു, ഒട്ടും ഭയപ്പെടുന്നില്ല. ആമേൻ. സ്തോത്രം സ്തോത്രം. കാരണം ശിക്ഷാവിധി സ്തോത്രം തൽക്ഷണം നടക്കുന്നില്ല. എന്നാൽ പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും, അതെ, ഇന്ന് പലപ്പോഴും നമുക്കുള്ള ചോദ്യമാണ്, ഈ പാപികളും ദുഷ്ടന്മാരൊക്കെ 100 പ്രാവശ്യം ദോഷം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് അനീതിയും ദോഷവും മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ അവർ ദീർഘായുസ്സോടെ ഇരിക്കുന്നുവല്ലോ, അവർക്ക് യാതൊരു കുഴപ്പവുമില്ലല്ലോ. പക്ഷെ ഇവിടെ വായിക്കുന്നു, അവർ ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. അതേ, ദൈവഭക്തിയോടും ദൈവഭയത്തോടും ഭക്തിയോടും ജീവിക്കുന്നവർക്ക് നന്മ വരും. അവർ ദുഷ്പ്രവൃത്തി ചെയ്തിട്ടല്ല നന്മ വരുന്നത്, ദോഷങ്ങൾ പ്രവർത്തിച്ചിട്ടല്ല നന്മ വരുന്നത്. നന്മ വരുത്തുവാൻ വേണ്ടി യാതൊരു ദൈവഹിതമില്ലാത്ത പ്രവൃത്തിയും അവർ ചെയ്യുന്നില്ല. ഭക്തിയോട് ഭയത്തോട് ദൈവം മുൻപാകെ നിഷ്കളങ്കരായി നിർമ്മതരായി വിശുദ്ധരായി ജീവിക്കുമ്പോൾ കർത്താവ് അവർക്ക് നന്മ നൽകുന്നു. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മെ നിറച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ആത്മീയ നന്മകളെ, ശാരീരിക ആരോഗ്യമെന്ന നന്മയെ, സാമ്പത്തിക നന്മകളെ, സ്തോത്രം, തലമുറകളുടെ ഭാവി എന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ ഒക്കെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. സ്തോത്രം. എന്നാൽ അടുത്ത വചനം: ദുഷ്ടന് നന്മ വരികയില്ല, അവൻ ദൈവത്തെ ഭയപ്പെടുകയാൽ നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകുകയുമില്ല. അതേ പ്രിയമുള്ളവരെ, 2 കൂട്ടരെ കുറിച്ച് നാം ഇവിടെ ചിന്തിച്ചു. ഒന്ന് ദുഷ്പ്രവർത്തിക്കാർ, ദൈവത്തെ ഭയപ്പെടാത്തവർ, ഏതൊരു ദോഷവും ധൈര്യത്തോടെ ചെയ്യുന്നവർ. മറ്റൊരു കൂട്ടം ദൈവഭയത്തോടും ഭക്തിയോടും ജീവിക്കുന്നവർ. ഹല്ലേലൂയ. ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു ചെറിയ അനുഗ്രഹത്തിന് വേണ്ടി, ഒരു മാന്യതയ്ക്ക് വേണ്ടിയാണ് ആൾക്കാർ ഇത്രയും ധൈര്യത്തോടെ ദോഷപ്രവർത്തികൾ ചെയ്യുന്നത്. എന്നാൽ സ്തോത്രം, പൂർണ്ണ സ്വന്തം വിവേകത്തിലൂന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിച്ച് ദൈവഭക്തിയോടെ ഇരിക്കുന്ന നമ്മുടെ അടുക്കൽ നന്മ വരും. നാം നന്മ തേടി പോകേണ്ട ആവശ്യമില്ല. കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് വാഗ്ദത്തമായി തരുന്ന വചനം ഇത് തന്നെയാണ്.
ആമേൻ, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് നിശ്ചയമായി ഞാൻ അറിയുന്നു. നാം ഏത് നന്മയ്ക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, നിശ്ചയമായി ആ നന്മ വരും വരും നിശ്ചയം. താമസിക്കുകയില്ല, ആ നന്മ വരും. എന്നാൽ അവസാനത്തോളം ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ മാത്രം. യോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, തനിക്ക് ദൈവം കൊടുത്ത നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. തൻ്റെ മക്കൾ, തൻ്റെ സമ്പത്തെല്ലാം പോയി. തൻ്റെ ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു പോയി. അവസാന ഭാര്യ പോലും പറഞ്ഞു, നിൻ്റെ ഭക്തിയെ ത്യജിച്ച് കളഞ്ഞ് നീ ചത്തുകളക എന്ന്. എന്നാൽ അവിടെയും യോബ് തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. അവസാനത്തോളം യോബ് ഭക്തിയെ മുറുകെ പിടിച്ചതുകൊണ്ട് 42-ാം വചനത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ നന്മകളെയും കർത്താവ് ഇരട്ടിയായി കൊടുത്ത് മാനിച്ച് അനുഗ്രഹിച്ചു. യഹോവ ഭക്തി നിർമ്മലമായത്. അതേ, യഹോവ ഭക്തിയോടിരിക്കുന്നവർക്ക് നിശ്ചയമായി കർത്താവ് പ്രതിഫലങ്ങളെ നൽകും. ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ആയതിനാൽ ഞാൻ ഇത്രയും കാലം യഹോവ ഭക്തിയോടും ഭയത്തോടും ജീവിച്ചിട്ടും എനിക്ക് യാതൊരു നന്മയും ലഭിച്ചില്ലല്ലോ. ഭക്തിയില്ലാത്തവർ, ദൈവഭയമില്ലാത്തവർ, ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നവരൊക്കെയും സുഖമായിരിക്കുന്നുവല്ലോ. ആമേൻ, അവർക്ക് നന്മയുണ്ടല്ലോ എന്ന് ഓർത്ത് ആമേൻ ചിന്തിച്ച് മനസ്സ് മടുത്ത് ഹൃദയം കഠിനപ്പെട്ട് ദൈവഭക്തിയെ വിട്ട് ആമേൻ ആമേൻ പിന്മാറി നാം പോയാൽ ആമേൻ സ്തോത്രം, നമുക്ക് വരുന്ന ശിക്ഷാവധി വലുതായിരിക്കും. ആമേൻ. എന്നാൽ ആമേൻ മറ്റാരെയും നോക്കാതെ, മറ്റൊന്നിനെയും നോക്കാതെ ആ കർത്താവിൻ്റെ പൊന്മുഖത്ത് നോക്കി ഇനിയും അധികം ദൈവഭയത്തോടും ഭക്തിയോടും ജീവിക്കുവാൻ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിശ്ചയമായി നമുക്ക് നന്മ വരും, ദീർഘായുസ്സുണ്ടാകും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, മാനിക്കും. ആമേൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ കർത്താവേ, അപ്പോൾ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ദൈവഭയത്തോടും ദൈവഭക്തിയോടും എല്ലായ്പ്പോഴും കാണപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നില്ലാത്ത നന്മകൾ എൻ്റെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. നിശ്ചയമായി ഭക്തിയോടിരിക്കുന്നവർക്ക് നന്മ വരും, നന്മ വരും. ആ വാഗ്ദത്തം ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ നന്മകൾക്കാണ് ഓരോ മക്കളും കാത്തിരിക്കുന്നത്. വീണ്ടും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് ആ നന്മകളെ പ്രാപിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.